വെജിറ്റബിൾസ് ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണിത്. ഇതിന് തുല്യമായിട്ടൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ 2-3 കമൻ്റ് ഉണ്ടായിരുന്നു, ഈ ഒരു ഐറ്റം കൂടി ചേർത്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ഞാൻ ചേർത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നേക്കാൾ കുക്കിംഗ് അറിയാവുന്ന ആൾക്കാരുടെയൊക്കെ ഇതുപോലെയുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ചെയ്തെടുത്ത ഒരു റെസിപ്പിയാണിത്. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതിനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടി ചേർക്കാം. 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇത് മീഡിയം സൈസിൽ ഒരു 4 ദോശ വരെ ചുടാവുന്ന ഒരളവാണിത്. ഇനി ഈ പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഇനി വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് 1/4 കപ്പ് ക്യാരറ്റാണ് എടുക്കുന്നത്. ഒന്നുകിൽ ഇത് ചോപ്പറിനകത്ത് അരിഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ ഗ്രേറ്ററിനകത്ത് ചെറിയ കണ്ണിഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി അതേ കപ്പിന് തന്നെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്ത സവാള ചേർക്കുക. ഇനി ആ 1/4 കപ്പിൻ്റെ തന്നെ 1/2-1/4 ഭാഗം മതിയാകും കാബേജ് ചേർക്കുക. ഇനിയാണ് കമൻറ്റ് വന്നത് ഒരു മുട്ട കൂടി ചേർത്ത് നോക്കൂ എന്നുള്ളതായിരുന്നു. ഇതാ ഒരു മുട്ടയോടെ ചേർക്കാം. വീണ്ടും കമൻറ്റ് വന്നത് കുറച്ച് തേങ്ങയോടെ ചേർത്താൽ നല്ലതായിരിക്കും എന്നുള്ളതായിരുന്നു. ഇതാ ഒരു 1/4 കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ കറിവേപ്പില ചേർക്കാം. പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇതിൻ്റെ കൂടെ മല്ലിയിലയും ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയിലയും ചേർക്കുക. ഇനി 2-3 എരിവിനനുസരിച്ച് പച്ചമുളക് അതും പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം. ഇനി ഇഞ്ചി കൂടുതലാകരുത്. ഇതൊരു 4 ദോശക്കുള്ള അളവാണ്. അതിന് ഇത്രയും ഇഞ്ചി മതിയാവും. പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഗോതമ്പ് ദോശയ്ക്കും അരിദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ ഒരുപാട് വെറൈറ്റി ചട്നി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കാണാവുന്നതാണ്. ഒരുപാട് കട്ടിയാകാതെ ഒരുപാട് ലൂസാകാതെ ഏകദേശം ഒരു ഇഡലി മാവ് പരുവത്തിലാക്കി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുന്നുണ്ട്. ദോശയ്ക്കൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താണ്. വേണമെങ്കിൽ ചേർക്കുക. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ദാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ദോശ ചൂടാം. ഇതൊരു മീഡിയം സൈസിലെ ദോശയാണെങ്കിൽ ഒരു 4 ദോശയ്ക്കുള്ള മാവായിട്ടുണ്ട്. ഞാനൊരു 1.5 തവിയോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി സാധാരണ ദോശ ചൂടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. ഇത് ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് ഇതുപോലൊരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എത്രയും കനം കുറച്ച് നിരത്തി എടുക്കാവുന്നു അത്രയും കനം കുറച്ച്. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ച് ഇങ്ങനെ നിരത്തി എടുക്കുന്ന കാരണം സവാളയൊക്കെ ഇങ്ങനെ മുള്ളു പോലെ ഇങ്ങനെ കുത്തി കുത്തി നിൽക്കില്ല. ക്യാരറ്റൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഫ്ലാറ്റായിട്ടിരിക്കും. നമ്മൾ തിരിച്ചിടുമ്പോഴും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അത് ഡ്രൈ ആകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇത് നല്ലതായിട്ട് നിരത്തി കൊടുക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നെയ്യ് ചേർക്കാം. ഒന്ന് പുരട്ടി കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ കുറച്ച് സ്പ്രേ ചെയ്യാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ദോശയും ചുട്ടെടുക്കാം.
ഇത്രേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.